ഹലോ ഹായ് എല്ലാവർക്കും കസാസ് റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് അനസ്. ഇന്ന് നമ്മൾ 2660 സ്ക്വയർ ഫീറ്റിന് മുകളിൽ 7.5 സെൻറ്റ് സ്ഥലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു വീട് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ആ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അതിലേക്കുള്ള വഴി സൗകര്യം കാര്യങ്ങളൊക്കെ നോക്കി കാണാം. പഞ്ചായത്ത് ടാർഡായിട്ടുള്ള റോട്ടിൽ നിന്നും ഇതുപോലൊരു പ്രൈവറ്റ് റോഡ് ആക്സസ് വന്നിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു എൻട്രൻസ് വരുന്നത്. 7.5 സെന്റ് സ്ഥലത്തിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അല്ലപ്ര എന്ന് പറയുന്ന പെരുമ്പാവൂരിനോട് ചേർന്ന് എടുക്കുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണത്. ഇവിടെ വരുന്ന എൻട്രൻസിൽ തന്നെയാണ് നമുക്ക് കിണർ നോക്കിയാൽ കാണാൻ കഴിയുന്നത്. വെൽ വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിന് ചുറ്റും നമുക്കിനി ഒന്ന് നോക്കി നടന്ന് കാണാം. നല്ല സുന്ദരമായിട്ട് നിങ്ങൾ അകത്ത് കാണേണ്ട കാഴ്ചകളെല്ലാം ഒളിഞ്ഞിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള, ഒരിക്കലും വിൽക്കാൻ വേണ്ടിയല്ല, അത് ഏറ്റവും നല്ല കൂടിയ മെറ്റീരിയൽസ് ഒക്കെ ഇട്ട് യൂസ് ചെയ്തിട്ട് നല്ലൊരു ലോങ് ടൈം താമസത്തിന് വേണ്ടി ഉദ്ദേശിച്ച് പണിത ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ നിന്നുള്ള ദൂരപരിധി നമ്മൾ നോക്കുമ്പോൾ പെരുമ്പാവൂർ ടൗണിലേക്ക് നമുക്ക് 3 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ആലുവ ടൗണിലേക്ക് 14 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്റർ അഥവാ 35 മിനിറ്റിൻ്റെ യാത്രയാണ് വരുന്നത്. നമ്മൾ ബാക്കിലൊരു ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ നമുക്കൊരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമൊക്കെ കിട്ടുന്ന ഒരു പോർഷനാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം പെരുമാറാവുന്ന സൗകര്യങ്ങളും കാര്യങ്ങളും നോക്കിയാൽ കാണാം. അപ്പോൾ വീടിൻ്റെ 2 വശങ്ങളും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. മൂന്നാമത്തെ സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. 3 സൈഡുകളും ഒരേ അളവിലുള്ള നടക്കാനുള്ള ഒരു സൗകര്യം വീടിന് ചുറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടേജ് ഭാഗത്തേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള നല്ല ഒരു ഒന്നാന്തരം അടിപൊളി വീട് തന്നെ പറയാവുന്ന ഒരു പ്രോപ്പർട്ടിയാണെന്ന് പരിചയപ്പെടുത്താനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട സ്ഥിതിക്ക് ഇനി അകത്തെ വിശേഷങ്ങളിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വീടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വീട്ടിൻ്റെ സിറ്റ് ഔട്ട് ഭാഗമാണ്. ആ വീടിൻ്റെ സിറ്റ് ഔട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മനോഹരമായ രീതിയിൽ അലങ്കരിച്ചിട്ടുള്ള ചെടികളും ഗ്രാനൈറ്റ് എല്ലാം വിരിച്ച് ഫ്ലോറിങ് ചെയ്തിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് ലഭിക്കുന്നത്. അതുപോലെ ഇവിടെ മുകൾ ഭാഗത്ത് നമുക്ക് നോക്കിയാൽ കാണാം, സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്ത് നമ്മുടെ സിറ്റ് ഔട്ട് ഭാഗത്തിന് നല്ലൊരു ഭംഗി കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്നും നമ്മൾ ഇനി ചെല്ലുന്നത് വീടിൻ്റെ അകത്തേക്കാണ്. ഇവിടെ ഫ്രണ്ടേജ് നമുക്ക് ഡോറ് വരുന്നത് ടാറ്റയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് പണി തീർത്തിട്ടുള്ള ഡോറുകളാണ് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ലഭിക്കുന്നത്. ഡോറ് തുറന്നാൽ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച എത്ര മനോഹരമാണെന്ന് നിങ്ങൾ നോക്കിയേ. അതിഗംഭീരമായിക്കൊണ്ട് സീലിംഗ് ലൈറ്റുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. തൊട്ട് ചേർന്ന് നമ്മളിവിടെ കാണുന്നത് വിസിറ്റേഴ്സ് റൂമാണ്. അതിൻ്റെ മുൻപിൽ തന്നെ നമുക്ക് ഇതുപോലെ ഫ്രെയിമുകൾ കൊണ്ട് തീർത്തിട്ടുള്ള സ്റ്റോറേജുകൾ ഈ ഒരു വിസിറ്റേഴ്സ് റൂമിൻ്റെ ഭംഗി 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതായിട്ട് തന്നെ കാണാം. വിസിറ്റേഴ്സ് റൂമിൻ്റെ ഒരു ഔട്ട്ലുക്കാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ പണി തീർത്തിട്ടുള്ള മുകളിലെ സീലിംഗ് ആയിക്കോട്ടെ, ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റിങ്ങിൻ്റെ ഒരു പാറ്റേൺ ആയിക്കോട്ടെ, സൈഡിലെ കർട്ടൻ, അതുപോലെ സോഫ സെറ്റുകൾ, നിലത്ത് വിരിച്ചിട്ടുള്ള ഒരു കാർപ്പറ്റ്, അതുപോലെ ടൈൽസ്, അതുപോലെ നമ്മുടെ TV യൂണിറ്റ് എല്ലാം തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇഴചേർത്തിട്ടുള്ള ഒരു വിസിറ്റിംഗ് റൂമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വിസിറ്റേഴ്സ് റൂമാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള സ്വിച്ച് ബോർഡുകളുടെ മെറ്റീരിയൽസ് ആണെങ്കിൽ തന്നെ ലിഗ്രാൻ്റെ ഏറ്റവും നല്ല മോഡലിലുള്ള സ്വിച്ച് ബോർഡുകളും പോയിന്റുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ ഡൈനിങ് ഏരിയ. അതായത് നമ്മുടെ വിസിറ്റേഴ്സ് റൂമിനോട് തൊട്ട് ഒരു മറയുടെ അപ്പുറത്ത് ആണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. വളരെ മനോഹരമായ രീതിയിൽ അലങ്കരിച്ചിട്ടുള്ള സീലിംഗ് ലൈറ്റുകളൊക്കെ കൊണ്ട് ഭംഗിയാർന്ന ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വരുമ്പോൾ തൊട്ട് ചേർന്ന് തന്നെയാണ് നമുക്ക് കൈ കഴുകാനൊക്കെയുള്ള വാഷ് ബേസിനുള്ള ഒരു സ്ഥാനം വരുന്നത്. തൊട്ട് ചേർന്ന് തന്നെ ഗ്ലാസ് ഫ്രെയിമിൽ തീർത്തിട്ടുള്ള ചെറിയ വിൻഡോസ് കാണാം. അതുപോലെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു സർക്കിൾ ഷേപ്പിലുള്ള മിററാണ്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സീലിങ്ങിൻ്റെ ഒരു ഡിസൈനും ആ ഒരു പാറ്റേണൊക്കെ തന്നെ ഈ ഒരു ഡൈനിങ് ഏരിയയെ വളരെ ഭംഗിയുള്ളതായി തീർക്കുന്നുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ അതിന് യൂസ് ചെയ്തിട്ടുള്ള ലൈറ്റുകൾ, അതിൻ്റെ സെലക്ഷൻസ് എല്ലാം തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ വീടിനും ഈ ഒരു ഡൈനിങ് ഏരിയക്കും ഓവറോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഭംഗി കൂട്ടുന്നതിന് എത്രമാത്രം അനുയോജ്യമായിട്ടുള്ളതെന്ന് കാണാം. ഇനി നമ്മൾ കിച്ചൺ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ മോഡുലർ ടൈപ്പിലുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് ലഭിക്കുന്നത്. അതും മറൈൻ പ്ലൈവുഡിൽ തീർത്തിട്ടുള്ള
നല്ല അതിസുന്ദരമായിട്ടുള്ള കബോർഡ് ഷെൽഫുകൾ നമുക്കിവിടെ കാണാം. നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുള്ള സിങ്കും അതുപോലെ ഇലക്ട്രോണിക് ചിമ്മിണിയും ഇവിടെ നിന്നുള്ള ഹാളിലേക്കുള്ള ഒരു വ്യൂ ആണ് കാണുന്നത്. സൈഡിലെല്ലാം തന്നെ നല്ല ടൈൽസൊക്കെ ഒട്ടിച്ച് അതിഭംഗിയാക്കി തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് നമ്മുടെ വർക്ക് ഏരിയ ആണ് ഈ കാണുന്നത്. എല്ലാം വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നിങ്ങൾക്കത് ഒരു സിമ്പിളായിട്ട് ആർക്കും നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന ആ ഒരു വീട് പണിതിട്ടുള്ള ക്വാളിറ്റി, ഓരോ മെറ്റീരിയൽസിൻ്റെ സെലക്ഷൻ എല്ലാം തന്നെ അതിഗംഭീരമായിട്ട് വെൽ പ്ലാൻഡോട് കൂടി തന്നെ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഹാളിലും അതുപോലെ കിച്ചൺ ഭാഗത്തൊക്കെ നമ്മൾ 6x4 ഫുൾ ബോഡി ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു പ്രെയർ റൂമിനുള്ള സൗകര്യം നൽകിയിട്ടുള്ളതായി കാണാം. അത്യാവശ്യം നോർമൽ വലിപ്പമുള്ള ഒരു പ്രെയർ റൂമാണ് നമുക്ക് ഈ വീട്ടിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് അതിനോട് തൊട്ട് ചേർന്നുള്ള ബെഡ്റൂമിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം കബോർഡ് ഷെൽഫുകൾ അവൈലബിൾ ആണ്. അതുപോലെ സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്ത് റൂം നല്ലൊരു ഭംഗിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള വിശാലമേറിയ ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ 4 ഫീറ്റ് ടൈൽസാണ് നമ്മൾ റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മുകളിൽ നമുക്ക് കബോർഡ് ഷെൽഫിന് മുകളിൽ സ്റ്റോറേജ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇവിടെ ഇത് അറ്റാച്ച്ഡ് ആണ്. 4 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് നമ്മൾ കാണുന്നത്. ജാഗ്വറിൻ്റെയും ജോൺസൻ്റെയും ഒക്കെ കൂടിയ മെറ്റീരിയൽസ് ഇട്ടിട്ടാണ് നമുക്ക് ബാത്റൂമിൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത നമ്മുടെ ബെഡ്റൂമിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പായി നമുക്കിത് ഇവിടെ ഒരു സ്റ്റഡി റൂം അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ സ്റ്റഡി റൂം എന്ന് പറയാം. ഈ ഒരു പോർഷൻ നമുക്കിപ്പോൾ മെയിനായിട്ട് ഇവിടെ കുട്ടികൾ പഠിക്കാനുള്ള ചെയർ കാര്യങ്ങൾ, അതുപോലെ ടേബിൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. നല്ലൊരു എന്താ പറയുക, ഉപകാരപ്രദമേറിയ ഒരു ഭാഗമാണത്. നമുക്കത് പല രീതിയിലും യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ അവർ സ്റ്റഡി റൂമായിട്ട് യൂസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. മുകളിലെ സീലിംഗ് ലൈറ്റുകളെല്ലാം ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല നമ്മളിപ്പോൾ നേരത്തെ കണ്ടതുപോലത്തെ തന്നെ ഒരു വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം എന്ന് തന്നെ പറയാം. ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മിറർ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കബോർഡ് ഷെൽഫുകളൊക്കെ തന്നെ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം. പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാം തന്നെ നല്ല വലിപ്പമേറിയ ബാത്റൂമുകളാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഇവിടെ PVC നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് CPVCകളാണ്. നമ്മൾ ഈ ചൂടുവെള്ളത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന PVCകളാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഷെൽഫുകൾ അവൈലബിൾ ആണ്. ഇനി നമുക്ക് മുകളിലെ കാഴ്ചകളിലായിട്ടാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ മുകളിലെ ഭാഗത്തായിട്ട് കയറുമ്പോൾ നമുക്ക് തുടക്കം തന്നെ നമുക്കിവിടെ സൈഡിലായിട്ട് നമുക്ക് LED ബാറുകളൊക്കെ കൊടുത്ത് ആ സ്റ്റെയറിനെ അലങ്കരിച്ച കാഴ്ചകളൊക്കെ കാണാം. ഇനി നമുക്ക് പടിപടിയായി മുകളിലേക്ക് കയറാം. എന്താണ് അവിടെ വീടിൻ്റെ മുകളിലുള്ള ഒരു വ്യൂ എന്താണെന്ന് നമുക്ക് ഓരോന്ന് പോയി നോക്കി കാണാം. മുകളിൽ നമ്മൾ ചെന്ന് കയറുന്നത് അവിടെ ഒരു ലിവിങ് ഏരിയയിലാണെന്ന് തന്നെ പറയാം. അത്യാവശ്യം നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉള്ള ലിവിങ് ഏരിയ നമുക്ക് ഇവിടെ ലഭ്യമാണ്. അതിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് നമുക്ക് ബെഡ്റൂമുകളും അതുപോലെ ടെറസിലേക്കുള്ള ഒരു എൻട്രൻസും പിന്നെ ബാൽക്കണിയിലേക്കുള്ള ഒരു ഭാഗവുമൊക്കെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കയറി വരുന്ന സ്റ്റെയറിന് മുകളിലുള്ള ഒരു സീലിംഗ് വർക്കാണ് ഈ കാണുന്നത്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ പഴക്കമാണ്. വെറും 8 മാസം മാത്രമാണ് ഇതിൽ താമസം ഉണ്ടായിട്ടുള്ളൂ. നിലവിൽ അതായത് ഈ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 8 മാസം ആവുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമാണ് കാണുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഭാഗത്ത് തന്നെയാണ് നമുക്കിവിടെ ബാത്റൂമിനുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട രണ്ട് ബെഡ്റൂമുകളിലെയും ബാത്റൂമുകൾക്ക് സമാനമായിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ഇവിടെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ വിൻഡോസിനും നമ്മൾ നല്ല കർട്ടൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരുക്കിയിട്ടുണ്ട്. മുകളിലെ സീലിംഗ് വർക്കുകളൊക്കെ തന്നെയാണെങ്കിലും വളരെ ലൈറ്റായിട്ടുള്ള എന്നാൽ കാണുമ്പോൾ ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈനുകളൊക്കെയാണ് തന്നെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അവസാനത്തെ ബെഡ്റൂമായിട്ടുള്ള 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. മുൻപ് നമ്മൾ കണ്ട 3 ബെഡ്റൂമുകൾക്കും സമാനമായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നത്. പിന്നെ മുകളിലെ സീലിംഗ് ലൈറ്റുകളുടെ പാറ്റേണിലാണ് വ്യത്യാസം നമുക്ക് നോക്കിയാൽ കാണാം. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെയും ബാത്റൂം ഫെസിലിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്.
ബാത്റൂമിലെ സ്റ്റോറേജുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് പ്രധാനമായിട്ടും കാണാനുള്ളത് നമ്മുടെ ബാൽക്കണി ഭാഗമാണ്. അപ്പോൾ നമുക്ക് ബാൽക്കണി ഭാഗത്തേക്ക് ഇനി ഒന്ന് പോയി നോക്കാം. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ് വരുന്നത്. അതുപോലെ പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ വീട്ടിലേക്കുള്ള ഇലക്ട്രിസിറ്റി 3 ഫേസ് കണക്ഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ. ബാൽക്കണിയും അതുപോലെ പാറ്റിയോ കംപ്ലീറ്റ് ആയിട്ടില്ല. നിലവിൽ അതിൻ്റെ കുറച്ച് വർക്കുകൾ കൂടി പെൻഡിങ് ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് നല്ല രീതിയിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയയിൽ വർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് ബാൽക്കണിയും പാറ്റിയോയും വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീൻ അതുപോലെയുള്ള നമ്മുടെ തുണി തോരനിടാനൊക്കെ പറ്റിയ നിരവധി പല കാര്യങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു ടെറസ് ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം ഗ്രൗണ്ടൊക്കെ നന്നായിട്ട് ടൈൽസൊക്കെ ഇട്ട് വളരെ നീറ്റായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പോർഷനൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ മഴക്കാലത്തായിക്കോട്ടെ ഏതൊരു സമയത്ത് നമുക്ക് തുണിയൊക്കെ ഉണക്കാനിടാനൊക്കെ ഉപകരിക്കുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ചെറിയൊരു എൻട്രൻസ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു ഗാർഡനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളൊരു സംവിധാനം ചെയ്യാവുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. എന്തെങ്കിലും ചെറിയ ചെടികളും അതുപോലെ പച്ചക്കറിയൊക്കെ നടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇനി നമ്മൾ പോകേണ്ടത് ഏറ്റവും ടോപ്പിലേക്കാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നതോടൊപ്പം ഇനി പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ള വില കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു 8 മാസത്തെ പഴക്കം മാത്രമാണ് ഈ വീടിനുള്ളത്. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഇട്ട് താമസിക്കാൻ വേണ്ടി പണിത ഒരു വിൽപ്പന ഉദ്ദേശിച്ച് പണിത വീടല്ല. നിങ്ങൾക്കത് നേരിട്ട് വന്ന് ഇവിടെയുള്ള അയൽവാസികളുമായിട്ടൊക്കെ നേരിട്ട് വെരിഫൈ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പ്രത്യേക ആവശ്യമുള്ളത് കൊണ്ട് മാത്രം വിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ഈ ചാനലിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീടിന് ഈ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ നേരിട്ട് വരിക, ഓണറെ കണ്ട് നേരിട്ട് തന്നെ സംസാരിച്ച് നല്ലൊരു വില കാര്യങ്ങളിലൊക്കെ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ പുതിയ ഇത്തരം വീഡിയോകൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള സഹായങ്ങൾക്ക് നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോയുമായൊക്കെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.